പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ. യേശു ഒറ്റിക്കൊടുക്കപ്പെടുന്നതിന് മുമ്പ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. അതായത് മനുഷ്യരൂപം പൂണ്ട് ഭൂമിയിലേക്ക് വന്ന കർത്താവ് മനുഷ്യൻ്റെ എല്ലാ ബലഹീനതകളെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് തൻ്റെ പീഡാസഹനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ചവൻ ഒരു മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരികയും ഒരു മനുഷ്യൻ്റെ ഇടർച്ചകളോടെയും ബലഹീനതകളോടെയും ഒക്കെ കൂടി ആ കുരിശുമരണം നേരിടുകയാണ്. കർത്താവ് പറയുന്നു, ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്ത് പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തേണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ഇത് എല്ലാ ക്രിസ്തു അനുയായികൾക്കും മനഃപ്പാഠമാകേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൻ്റെ സങ്കീർണമായ ഘട്ടങ്ങളിൽ, ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ, ഇനി യാതൊരുവിധ രക്ഷയുമില്ല എന്നൊക്കെ തോന്നുന്ന അവസ്ഥകളിൽ കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഇതെനിക്ക് നടത്തി തരണമേ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിലേക്ക് നമ്മൾ ഉയർത്തുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട കാര്യമാണ്, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. കാരണം പലപ്പോഴും കർത്താവിൻ്റെ പദ്ധതികൾ നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാളുമൊക്കെ വളരെ വളരെ വിപുലമായിരിക്കും, മഹത്വമുള്ളതായിരിക്കും. നമ്മൾ നമ്മുടെ മാനുഷികമായ ബുദ്ധിയാൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ ആ കംഫർട്ട് സോണിൽ നിന്നൊക്കെ മാറിയുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും കർത്താവ് നമ്മൾക്ക് കണ്ടുവച്ചിരിക്കുന്ന ദൗത്യങ്ങൾ. അപ്പോൾ എപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും, കാര്യസാധ്യത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അതോടൊപ്പം പറയേണ്ട ഒരു കാര്യമുണ്ട്, ആബാ പിതാവേ, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അങ്ങയുടെ ഇഷ്ടം എന്താണോ അത് എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന ഒരു മാതൃക നമുക്ക് ഈ വചന സന്ദേശങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു. അവൻ വലുതാവുകയും നമ്മൾ ചെറുതാവുകയും വേണം. അപ്പോൾ എപ്പോഴും എൻ്റെ ഇഷ്ടം, എൻ്റെ ജീവിതം, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ പരീക്ഷയുടെ റിസൾട്ട്, എൻ്റെ രോഗം, എൻ്റെ സാമ്പത്തിക ഭദ്രത, ഇങ്ങനെ എൻ്റെ മകളുടെ കല്യാണം, മകൻ്റെ കല്യാണം, മകൻ്റെ ജോലി, പ്രമോഷൻ, വിസ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ അതോടൊപ്പം എപ്പോഴും നമ്മൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ.
അപ്പോൾ പലപ്പോഴും പരാജയങ്ങൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് വിജയത്തിലേക്ക് നയിക്കുന്ന കർത്താവിൻ്റെ പദ്ധതികളായിരിക്കും. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ കേരളത്തിൽ ഒരു ചെറിയ ഒരു ഷോപ്പൊക്കെ തുടങ്ങി, അതിന് കുറച്ച് കടമൊക്കെ എടുത്തു, അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിപ്പോയി. അപ്പം ഇത് രക്ഷപ്പെടാൻ വേണ്ടി ഇവൻ പ്രാർത്ഥിക്കുകയാണ്, ഈ ബിസിനസ് രക്ഷപ്പെടണമേ. പക്ഷെ കർത്താവ് ചെയ്ത പ്രവൃത്തി ആ ബിസിനസ് പൂർണ്ണമായും അടപ്പിച്ചു കളഞ്ഞു. അവൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം അടച്ചു കളഞ്ഞു. അവൻ ഗത്യന്തരമില്ലാതെ ഇവിടെ നിന്ന് അവൻ വിദേശത്തേക്ക് കടക്കുകയാണ്. അവിടെ അവൻ ഒരു ഹോട്ടലിലേക്ക് പ്ലേറ്റ് പോലും കഴുകിയായിരുന്നു അവൻ്റെ തുടക്കം. അത് കഴിഞ്ഞൊരു കമ്പനിയിൽ ജോലിക്ക് കയറി അപ്പോൾ അവൻ മിടുക്കനാണ്, നല്ല കഴിവുള്ളവനാണ്, അധ്വാനിക്കാൻ തയ്യാറുള്ളവനാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ്. അപ്പോൾ അവൻ്റെ ബിസിനസ്സൊക്കെ അവൻ പരാജയമാണ്, ലോകത്തിൻ്റെ മുമ്പിൽ പരാജയമാണ്. വീട്ടുകാർ പോലും അവനെ തള്ളിപ്പറഞ്ഞു. കാരണം അവൻ്റെ കുടുംബസ്വത്ത് കിട്ടിയതെല്ലാം ഈ നാട്ടിൽ ഈ പരിപാടിയൊക്കെ ചെയ്ത് അത് പൊളിഞ്ഞ് എല്ലാം നശിച്ചു പോയി. അപ്പോഴേക്കും അവൻ വിവാഹിതനാണ്. അവൻ അന്യനാട്ടിലേക്ക് ചേക്കേറുകയും ഹോട്ടലിൽ ഒക്കെ ഏറ്റവും മോശപ്പെട്ട ജോലികളൊക്കെ ചെയ്യുകയും അവസാനം അവനൊരു ജോലി കിട്ടി. അവിടെ അത് ആത്മാർത്ഥമായി ചെയ്തപ്പോൾ അവന് 2-3 പ്രൊമോഷൻ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അവന് അവിടെ വലിയൊരു അംഗീകാരം അവിടെ കിട്ടുകയാണ്. അപ്പം അംഗീകാരം കിട്ടിയപ്പോൾ കൂടെയുള്ള പലർക്കും അവനോട് അസൂയ തോന്നുകയും അവനിട്ട് പാര പണിയുവാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തു. അപ്പം അങ്ങനെ അവനെ അവിടെ നിലനിൽക്കാൻ സാധിക്കാത്തൊരവസ്ഥ. അപ്പം നല്ല നിലയിൽ വരുമാനമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നൊരു ജോലി പെട്ടെന്ന് പോകുന്നൊരവസ്ഥ. അതും പോയി, വീണ്ടും ജോലിയില്ലാതായി. പക്ഷേ അവൻ അവിടെ പഠിച്ച കാര്യങ്ങൾ വെച്ച് സ്വന്തമായൊരു സംരംഭം ആ രാജ്യത്ത് തുടങ്ങുകയും അത് കണ്ടമാനം അത് ഫലം പുറപ്പെടുവിക്കുകയും അന്ന് ഇയാളൊരു മൾട്ടി മില്യണറായി വളരുകയും ഒക്കെ ചെയ്തു. എന്നിരുന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും എളിമയുള്ള ഈ സഹോദരൻ കിട്ടുന്ന പൈസയിൽ ഒരു ഭൂരിഭാഗവും ചാരിറ്റിക്കൊക്കെ കൊടുക്കുന്ന ഈ സഹോദരൻ. ഇപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളാണ് അതൊക്കെ. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒരു മനസ്ഥിതി, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ എൻ്റെ ഹിതം നിറവേറട്ടെ, ഞാൻ എപ്പോഴും സന്തോഷവാനാണ്, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറുമ്പോൾ ഐ എം ഹാപ്പി. കാരണം എനിക്കറിയാം അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പദ്ധതികളായിരിക്കുമെന്ന് എനിക്ക് അറിയാം. ഈ ഒരു തിരിച്ചറിവിലേക്ക് സർവേശ്വരൻ നമ്മളെ വിളിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ അവസ്ഥകൾ എന്തു തന്നെ ആയിരുന്നാലും ധൈര്യത്തോടെ നമുക്ക് കർത്താവിലേക്ക് തിരിയാം. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും തലചായ്ച്ച് ശ്രവിക്കുന്ന ഒരു അബ്ബാ പിതാവ് നമുക്കുണ്ട് എന്ന കാര്യം എത്ര മനോഹരമായ ഒരു അഷ്വറൻസാണ് ക്രിസ്തു അനുയായികൾക്ക്. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.